Hi guys, welcome back. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വിവോയുടെ S12 സീരീസ് ചൈനയിൽ ലോഞ്ച് ചെയ്തു. രണ്ട് ഡിവൈസുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, വിവോ S12 ആൻഡ് S12 Pro മോഡലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സെൽഫി ക്യാമറയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് വിവോ ഇറക്കിയ സ്മാർട്ട് ഫോൺ സീരീസാണ് വിവോ S12 സീരീസ്. എനിവേ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ നോക്കാം. വിതൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ആദ്യം ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.56 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന അമോലഡ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. 1080x2400 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ HDR10+ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 1300 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. 401 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയാണ് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നത്. പിന്നെ ഒരു നോച്ച് ഈ ഒരു ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു നോച്ച് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫാഷനാണ്. ഫ്രണ്ടിൽ ഡുവൽ സെൽഫി ക്യാമറാസാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു നോച്ച് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഏകദേശം 88.9% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് വിവോ S12 Pro എന്ന ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആയുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. 171 grams ആണ് ഈ ഒരു ഡിവൈസിൻ്റെ ബോഡി വെയ്റ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ് S12 Pro. ഇനി ഇൻറ്റേർണൽ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് MediaTek Dimensity 1200 ആണ് ഇതിൽ വരുന്ന പ്രോസസ്സർ. 6nm 5G ചിപ്സെറ്റാണ്. Mali G77 MC9 ആണ് GPU. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസ് Android 11 ബേസ് ചെയ്തിട്ടുള്ള ഒറിജിൻ OS വേർഷനിലാണ് റൺ ചെയ്യുന്നത്. വിവോ S12 Pro എന്ന ഡിവൈസ് 3 വേരിയൻസിലാണ് ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 8GB 120GB ആണ് ബേസ് വേരിയൻറ്റ്. ആൻഡ് മിഡിൽ വേരിയൻറ്റ് 8GB RAM ആൻഡ് 256GB സ്റ്റോറേജ് ആണ്. ടോപ്പ് വേരിയൻറ്റ് 12GB RAM ആൻഡ് 256GB സ്റ്റോറേജുമാണ്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിട്ടുള്ളത്. ഇനി ക്യാമറയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് റിയർ സൈഡിലേക്ക് വരുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി സെൻസർ 108 MP ആണ്. f1.9 ആണ് അപ്പർച്ചർ. ആൻഡ് സെക്കൻഡറി ആയിട്ട് 8 MP അൾട്രാ വൈഡ് ലെൻസാണ് വരുന്നത്. അതിൽ നമുക്ക് 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ അവൈലബിൾ ആണ്. ആൻഡ് മൂന്നാമതായി 2 MP മാക്രോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. റിയർ ക്യാമറ വെച്ച് നമുക്ക് 4K വീഡിയോസ് 30 FPS ഷൂട്ട് ചെയ്യാം. ഇനി ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഡുവൽ സെൽഫി ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. നോച്ചിൻ്റെ അകത്താണ് സെൽഫി ക്യാമറാസ് കൊടുത്തിരിക്കുന്നത്. പ്രൈമറി സെൻസർ 50 MP ആണ്. f2.0 ആണ് അപ്പർച്ചർ. കൂടാതെ 8 MP അൾട്രാ വൈഡ് ലെൻസ് കൂടി ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്ക് 4K വീഡിയോസ് 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഫ്രണ്ടിൽ നമുക്ക് ഡുവൽ ഫ്ലാഷ് വരുന്നുണ്ട്. അതും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ ലോ ലൈറ്റ് കണ്ടീഷൻസിലൊക്കെ മികച്ച സെൽഫീസ് എടുക്കാൻ സഹായിക്കുന്ന ഒരു ഫീച്ചർ കൂടിയാണ് ഈ ഒരു ഡുവൽ ഫ്ലാഷ് ഫ്രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഈ ഒരു ഡിവൈസിന് കൊടുത്തിട്ടില്ല. ഇനി ബാറ്ററി സെഗ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4300 mAh ബാറ്ററിയാണ് വരുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ഉണ്ട്. അതോടൊപ്പം 44 wattsൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ഒരു ഡിവൈസിന് നൽകിയിട്ടുള്ളത്. USB Type-C പോർട്ടാണ്. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. വിവോ S12 Pro എന്ന ഡിവൈസ് 3 വേരിയൻസിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക്, ബ്ലൂ ആൻഡ് യെല്ലോ കളർ വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഈ ഒരു വിവോ S12 Pro എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. ഇനി പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻറ്റ് 8GB 120GB വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 3200 yuan പ്രൈസ് ടാഗിലാണ്. ഇന്ത്യൻ മണി ഏകദേശം 37,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ മിഡിൽ വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 3400 yuan പ്രൈസ് ടാഗിലും ആൻഡ് ടോപ്പ് വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 3700 yuan പ്രൈസ് ടാഗിലുമാണ്. ഇന്ത്യൻ മണി ഏകദേശം 43,000 രൂപക്കടുത്ത് പ്രൈസ് വരും ടോപ്പ് വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ലോഞ്ചിങ് ഡേറ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഒന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. എനിവേ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.